വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 2ാം ക്ലാസ്സിലെ എ ഷോ ഓഫ് ക്ലൗഡ്സ് എന്ന ഇംഗ്ലീഷ് പോയമാണ്. നമുക്കിതൊന്ന് പഠിക്കാം. ലെറ്റസ് റീസൈറ്റ്. നമുക്കൊന്ന് വായിക്കാം. As I lie on my back looking up at the sky, I see a big white bear looking down at me. ഒന്നും കൂടി വായിക്കാം നമുക്ക് കേട്ടോ. As I lie on my back looking up at the sky, I see a big white bear looking down at me. As I lie on my back looking up at the sky, I see a ship sailing on a white sea. As I lie on my back looking up at the sky, I see a ship sailing on a white sea. നമുക്ക് ഈ പോയത്തിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് നോക്കണ്ടേ? നമുക്കതൊക്കെ ഒന്ന് നോക്കാം. ഇതെന്താണ് ഈ പോയം പറയുന്നത്? നമ്മുടെ ബുക്കിൽ കാണുന്ന ആ ചിത്രത്തിലേക്കൊന്ന് നോക്കിക്കേ. ഒരാൺകുട്ടി അവനിങ്ങനെ ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ അവൻ്റെ മനസ്സിലൂടെ വരുന്ന ചിന്തകളാണ്, അല്ലെ? അവനാണ് നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അവൻ പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. ആസ് ഐ ലേ ഓൺ മൈ ബാക്ക്, ഞാൻ മലർന്ന് കിടക്കുന്ന സമയത്തെ, ആസ് ഐ ലേ ഓൺ മൈ ബാക്ക്, ഞാൻ മലർന്ന് കിടന്നപ്പോൾ, ലുക്കിങ് അപ്പ് അറ്റ് ദ സ്കൈ, വെറുതെ കിടന്നല്ല, ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് കിടന്നപ്പം, ആസ് ഐ ലേ ഓൺ മൈ ബാക്ക് ലുക്കിങ് അപ്പ് അറ്റ് ദ സ്കൈ, ഞാൻ മലർന്ന് കിടന്ന് ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നപ്പോഴേ, ഐ സീ എ ബിഗ് വൈറ്റ് ബിയർ, ഞാനൊരു വലിയ വെളുത്ത ബെയറിനെ കണ്ടു. ലുക്കിംഗ് ഡൗൺ അറ്റ് മീ, അവൻ താഴേക്ക് എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ മലർന്ന് കിടന്ന് ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വലിയൊരു വെളുത്ത ബെയറിനെ കണ്ടു, വലിയ ഒരു വെളുത്ത കരടിയെ കണ്ടു. അതെന്ത് ചെയ്യായിരുന്നു? അവൻ താഴേക്ക് എന്നെ നോക്കിയായിരുന്നു. ലുക്കിംഗ് ഡൗൺ അറ്റ് മീ. നമുക്ക് നോക്കാം ഇടയ്ക്ക് ആകാശത്തിലൂടെ കടന്നു പോകുന്ന മേഘങ്ങൾക്ക്. അത് വെളുത്ത മേഘമായാലും ശരി, കാർമേഘങ്ങളാണ് ശരി, അവയ്ക്കെല്ലാം തന്നെ ഓരോരോ രൂപങ്ങളുണ്ട്. ആ രൂപം ഇങ്ങനെ മാറിക്കൊണ്ടുമിരിക്കും. കാറ്റടിച്ച് പോകുമ്പോൾ രൂപം ഇങ്ങനെ മാറിക്കൊണ്ടുമിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ കുട്ടി കണ്ട മേഘത്തിന്, വെളുത്ത മേഘത്തിന് ഒരു കരടിയുടെ രൂപമാണ്. നമുക്ക് അടുത്ത സ്റ്റാൻസ എന്ന് വായിക്കാം. ആസ് ഐ ലൈ ഓൺ മൈ ബാക്ക് ലുക്കിംഗ് അപ്പ് അറ്റ് ദ സ്കൈ, ഐ സീ എ ഷിപ്പ് സെയിലിംഗ് ഓൺ എ വൈറ്റ് സീ. അടുത്ത കാര്യം പറയുന്നത്, കുട്ടി ഇങ്ങനെ മലർന്ന് കിടന്ന് ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ആസ് ഐ ലൈ ഓൺ മൈ ബാക്ക്, ഞാൻ മലർന്ന് കിടന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു? ലുക്കിംഗ് അപ്പ് അറ്റ് ദ സ്കൈ, ആകാശത്തേക്ക് നോക്കിക്കൊണ്ടാണ് കിടന്നത്. അന്നേരം ഐ സീ എ ഷിപ്പ് സൈലിംഗ്, ഞാൻ കണ്ടൊരു കപ്പലിങ്ങനെ പോകുന്നു. ഐ സോ എ ഷിപ്പ് സൈലിംഗ് ഓൺ എ വൈറ്റ് സീ, ഒരു വെളുത്ത കടലിൽ കൂടി കപ്പലിങ്ങനെ പോകുന്നത് ഞാൻ കണ്ടു, ഇല്ലേ? ഇതേ അടുത്ത പേജിലേക്ക് നമുക്കൊന്ന് നോക്കാം. അതൊന്ന് വായിക്കാം കേട്ടോ. ആസ് ഐ ലേ ഓൺ മൈ ബാക്ക് ലുക്കിംഗ് അപ്പ് അറ്റ് ദ സ്കൈ, ഐ സീ ആൻ എലിഫന്റ് വേവിംഗ് ഇറ്റ്സ് ടങ് അറ്റ് മീ. ആസ് ഐ ലേ ഓൺ മൈ ബാക്ക് ലുക്കിംഗ് അപ്പ് അറ്റ് ദ സ്കൈ, ഐ സീ ആൻ എലിഫന്റ് വേവിംഗ് ഇറ്റ്സ് ടങ് അറ്റ് മീ. ഇപ്പോൾ കുട്ടി എന്ത് കണ്ടെന്നാണ് പറയുന്നത്? ആസ് ഐ ലൈ ഓൺ മൈ ബാക്ക്, ഞാൻ മലർന്ന് കിടക്കുമ്പോഴേ, ലുക്കിംഗ് അപ്പ് അറ്റ് ദ സ്കൈ, ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് കിടക്കുമ്പോൾ, ഐ സീ ആൻ എലിഫന്റ്, ഞാൻ ഒരു ആനയെ കണ്ടു. വേവിങ് ഇറ്റ്സ് ടങ് അറ്റ് മീ, അമ്പിക്കൈ എൻ്റെ നേരെ വീശിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ആ പടം കണ്ടില്ലേ? ആ പടത്തിൽ ആകാശത്തുണ്ടോ വെളുത്ത മേഘങ്ങൾ കടന്നു പോകുന്നത്? ആ രണ്ടാമത്തെ ഫിഗറിൽ രണ്ടാമത്തെ മേഘം കടന്നു പോകുമ്പം അതിൻ്റെ രൂപം കണ്ടില്ല, ആനയെപ്പോലെ ഇരിക്കുന്നത്, തുമ്പിക്കൈ ചുരുട്ടി പിടിച്ചിരിക്കുക, അതിൻ്റെ തുമ്പിക്കൈ വേവ് ചെയ്യുന്ന പോലെയാണ് കണ്ടത്. അതുകൊണ്ടാണ് കുട്ടി അങ്ങനെ പറയുന്നത്. ഇനി അടുത്ത് നോക്കാം.
ആസ് ഐ ലൈ ഓൺ മൈ ബാക്ക്, ഞാനിങ്ങനെ മലർന്ന് കിടക്കുമ്പോൾ ലുക്കിംഗ് അപ്പ് അറ്റ് ദ സ്കൈ, ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് കിടക്കുമ്പോൾ ഓ ഇറ്റ് ഈസ് ഫൺ ടു മീ, ഇതെനിക്കൊരു രസമായിട്ട് തോന്നുന്നു. ടു സീ വാട്ട് എവർ ഐ വോണ്ട് ടു സീ, എനിക്ക് കാണാൻ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്കതൊരു സന്തോഷമായിട്ടും ഒരു രസമായിട്ടും തോന്നുന്നു. ആസ് ഐ ലൈ ഓൺ മൈ ബാക്ക് ലുക്കിംഗ് അപ്പ് അറ്റ് ദ സ്കൈ, ഓ ഇറ്റ് ഈസ് ഫൺ ടു മീ ടു സീ വാട്ട് എവർ ഐ വോണ്ട് ടു സീ. ഇതിപ്പോൾ എന്താ പറയുന്നത്, ഞാൻ ആകാശത്തേക്ക് മലർന്ന് കിടന്ന് നോക്കുമ്പോഴേ എന്തൊരു രസമാണ്. ഇറ്റ് ഈസ് ഫൺ ടു മീ, ഇതൊരു രസമാണല്ലേ, ഒരു തമാശയാണ്. ടു സീ വാട്ട് എവർ ഐ വോണ്ട് ടു സീ, ഞാൻ കാണാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അതൊരു തമാശയാണ്, അതൊരു ഫണ്ണാണ്, രസമാണെന്നാണ് പറയുന്നത്. ഫൺ മീൻസ് രസം, തമാശ. കേട്ടോ? ഇനി ഈ പോയത്തിലെ കുറച്ച് വാക്കുകളുടെ അർത്ഥം നമുക്കൊന്ന് നോക്കാം. ലൈ എന്ന് പറഞ്ഞാൽ എന്താ? ലൈ കിടക്കുക. ലൈ മീൻസ് കിടക്കുക. ഫ്ലഫി എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ളത്, ലൈറ്റ് ആയിട്ടുള്ളത്, അതൊക്കെ നമ്മൾ ഫ്ലഫി എന്ന് പറയുന്നത്. ഫ്ലഫി, സോഫ്റ്റ് ആൻഡ് ലൈറ്റ്. ബെയർ, കരടി എന്നാണ് അർത്ഥം. ബെയർ മീൻസ് കരടി. സീ, കടൽ. സീ, കടൽ. സെയിലിംഗ്, കടൽ യാത്ര ചെയ്യുന്നതിനാ. കപ്പൽ യാത്രയൊക്കെ ചെയ്യുക, ബോട്ടിലൊക്കെ വെള്ളത്തിലൂടെ യാത്ര ചെയ്യുക, കടലിൽ കൂടിയൊക്കെ യാത്ര ചെയ്യുക, അതിനാണ് നമ്മൾ സെയിലിംഗ് എന്ന് പറയുക. ലാംസ്, ആട്ടിൻകുട്ടിക്കാണ് ലാമ്പ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ചെമ്മരി ആട്ടിൻകുട്ടിനാണ് ലാമ്പ് എന്ന് പറയുന്നത്. വെയ്വിങ് മീൻസ് കൈവീശി നമ്മൾ കാണിക്കാറില്ല, ഇറ്റ് ഈസ് കോൾഡ് വേവിങ്. ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ്സേ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.